ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി ശബരിമല കർമ്മസമിതി സംഘടിപ്പിക്കുന്ന ശബരിമല സംരക്ഷണ സംഗമത്തിന് പന്തളത്ത് തുടക്കമായി. വിശ്വാസം, വികസനം, സുരക്ഷ എന്നീ വിഷയങ്ങൾ നടക്കുന്ന സെമിനാറിൽ 1000-ലധികം പേരാണ് പങ്കെടുക്കുന്നത്. ശബരിമല സംരക്ഷണത്തിനായി ഭക്തരെ സംഘടിപ്പിച്ച് ബഹുജന മുന്നേറ്റം നടത്തുക എന്നതാണ് സംഗമത്തിന്റെ ലക്ഷ്യമെന്ന് BJP നേതാവ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. വിശ്വാസത്തിലൂന്നിയുള്ള വികസനം വേണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് KP ശശികല പ്രതികരിച്ചു. യഥാർത്ഥ വിശ്വാസികളുടെ സംഗമമാണ് ഇന്ന് നടക്കുന്നതെന്ന് വത്സൻ തില്ലങ്കേരിയും പ്രതികരിച്ചു. ശബരിമല ആചാരങ്ങൾ, വിശ്വാസങ്ങൾ, സങ്കല്പങ്ങൾ, അവിടുത്തെ ഭരണ നടപടിക്രമങ്ങൾ, ഇതേക്കുറിച്ചെല്ലാം അവർക്ക് അഭിപ്രായങ്ങൾ പറയാനുണ്ട്. അവയെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ശബരിമലയുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരു വലിയൊരു ബഹുജന മുന്നേറ്റം സംഘടിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഇവിടെ ഇപ്പോൾ പന്തളത്ത് കൂടുന്നത് ശബരിമല ആചാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുന്ന ആളുകളാണ്. അതായത് തല്ലുകൊണ്ടവരാണ്. അപ്പം തല്ലിയവരും തല്ലുകൊണ്ടവരും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇവിടെ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള അയ്യപ്പ പ്രസ്ഥാനങ്ങളുണ്ട്, വിധങ്ങളുടെ ഭക്തജന സംഘടനകളുണ്ട്. ഏതാണ്ട് ഒരു 1500-2000-ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. വൈകിട്ടത്തെ സമ്മേളനത്തിലും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കും. ശബരിമലയുടെ ഇപ്പോൾ അതിനെ നയിക്കുന്ന ആളുകൾ, ഭരണകർത്താക്കൾ ശബരിമലയുടെ വിശ്വാസത്തെ തകർക്കുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. വിശ്വാസികളുടെ വിശ്വാസത്തെ തകർക്കുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. സാമുദായിക സംഘടനകളെ ഞങ്ങൾ സമീപിച്ചപ്പോൾ അതിൽ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചവരോട് ദേവസ്വം ബോർഡും സർക്കാരും പറഞ്ഞത് അഫിഡവിറ്റ് തിരുത്തുന്നും അതുപോലെ വിശ്വാസികൾക്കെതിരായിട്ടുള്ള കേസ് പിൻവലിക്കുന്ന. പക്ഷേ ഇന്നലെ അതിനെ സംബന്ധിച്ച് ഒരു വാക്കുപോലും അവിടെ ആ സമ്മേളനത്തിൽ പറഞ്ഞിട്ടില്ല. അതൊരു വിശ്വാസവഞ്ചനയാണ്. ഇത് സമ്പൂർണ്ണമായി യഥാർത്ഥ അയ്യപ്പ വിശ്വാസികൾ നടത്തുന്ന ഒരു ശബരിമലയുടെ വിശ്വാസം, ശബരിമലയുടെ വികസനം, ഇതിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള പൊതുസമ്മേളനമാണ്. ശബരിമല സംരക്ഷണ സമ്മേളനമാണ് അവിടെ നടക്കുന്നത്. വികസനം വേണം, വിശ്വാസത്തെ നിലനിർത്തിക്കൊണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ സമ്മേളനത്തിന്റെ ഊന്നൽ. ഒരുപക്ഷെ കാട്ടുകള്ളനായ ജയന്തനെ പോലുള്ളവർ, അതുമല്ലെങ്കിൽ മഹിഷിയെ പോലുള്ളവർ ഒക്കെ അയ്യപ്പന്റെ വിഗ്രഹം ഏറ്റുവാങ്ങിക്കൊണ്ട് അയ്യപ്പന് മുന്നിൽ നിന്ന് വിളക്ക് തെളിയിച്ചപ്പോൾ, ഗീതാ ശ്ലോകങ്ങൾ ഉരുവിട്ടപ്പോൾ നമുക്ക് മനസ്സിലായി സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ അത് സനാതനമാണ്. എതിർക്കുന്നവരെ കൊണ്ടുകൂടി ഇതൊക്കെ ചെയ്യിപ്പിച്ച് ആ ധർമ്മം മുന്നോട്ട് പോവുകയുള്ളൂ. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ കോലാഹലങ്ങളും അവസാനം അയ്യപ്പ ഭക്തരെ കണ്ണീരിലും കടലിലും ആക്കിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ പുതിയ പുതിയ അധ്യായങ്ങൾ ഇനിയും വന്നേക്കും. അതുകൊണ്ട് തന്നെ ശബരിമല സംരക്ഷിച്ചേ മതിയാകൂ. സംഗമ വേദിയിൽ നിന്നും പ്രവീണുണ്ട് വിവരങ്ങളുമായി. പ്രവീൺ, ഇപ്പോൾ BJP നേതാക്കളുടെ, ഹിന്ദു ഐക്യവേദി നേതാക്കളുടെ പ്രതികരണം വരുമ്പോൾ യഥാർത്ഥ ഭക്തരുടെ സംഗമമാണ് ഇപ്പോൾ ഹിന്ദു ഐക്യവേദി സംഘടിപ്പിക്കുന്ന സംഗമം എന്നാണല്ലോ പറയുന്നത്. എന്താണ് പരിപാടി കൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്? സംസ്ഥാന സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലാണ് എന്ന് തന്നെയാണോ നേതാക്കൾ ഇപ്പോൾ പറയുന്നത്? സ്മൃതി, തീർച്ചയായും ഒരു ബദൽ സമ്മേളനം എന്ന് തന്നെ പറയാം. പന്തളത്ത് ശബരിമല സംരക്ഷണ സംഗമത്തിൻ്റെ സെമിനാർ ചടങ്ങുകളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. 3 വിഷയത്തിൽ സെമിനാർ നടക്കുന്നു. സംഘാടകർ അറിയിച്ചിരുന്നത് 1000-ഓളം പേർ ഈ സെമിനാറിൽ മാത്രം പങ്കെടുക്കുമെന്നാണ്. പക്ഷേ രജിസ്ട്രേഷൻ കൗണ്ടറുമായിട്ടൊക്കെ നാം ബന്ധപ്പെട്ട് കണക്കുകൾ നോക്കിയപ്പോൾ 1000-ലധികം പേർ വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം BJP നേതാക്കളും ഉണ്ട്, PK കൃഷ്ണദാസ് ഉണ്ട്. ഇന്നിപ്പോൾ ശബരിമല സംരക്ഷണ സംഗമം പന്തളത്ത് നടക്കുന്നു, അത് പുരോഗമിക്കുന്നു. സെമിനാർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് കഴിഞ്ഞ ദിവസം പമ്പയിലെ ആ ഒരു സംഗമം കൂടി അങ്ങയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ? ഈ 2 സംഗമങ്ങൾ തമ്മിൽ അങ്ങ് എങ്ങനെയാണ് താരതമ്യം ചെയ്യുന്നത്? അയ്യപ്പ ഭക്തന്മാരും വിശ്വാസികളും ആരോടൊപ്പമാണ് എന്ന് ഇന്ന് പന്തളത്ത് നടന്ന ശബരിമല സംരക്ഷണ സംഗമം വ്യക്തമാക്കിയിരിക്കുന്നു. ഏതായാലും അയ്യപ്പ ഭക്തന്മാരും വിശ്വാസികളും സർക്കാരിനോടൊപ്പമല്ല എന്നുള്ളതാണ് ഈ പന്തളത്ത് നടന്ന ശബരിമല സംരക്ഷണ സംഗമത്തിലെ വിശ്വാസികളുടെയും ഭക്തജനങ്ങളുടെയും പങ്കാളിത്തം വ്യക്തമാക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടന്നപ്പോൾ അത് സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി ദേവസ്വം ബോർഡാണ് നടത്തിയത്. ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതി ഇവിടെ വിശദമായി ചർച്ച ചെയ്തിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായം വേണം ശബരിമലയുടെ വികസനത്തിന് എന്ന് ദേവസ്വം ബോർഡും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഒക്കെ ആവർത്തിച്ച് പറയുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു ശബരിമല സംരക്ഷണ സംഗമം നടത്തുമ്പോൾ ആ ഒരു ഉദ്ദേശം കൂടി ഉണ്ടോ ശബരിമലയുടെ വികസനം? അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബരിമലയിൽ ഈ അയ്യപ്പ ഭക്തന്മാരും വിശ്വാസികളും സർക്കാരിനോടൊപ്പമല്ല എന്ന് വളരെ വ്യക്തമായിരിക്കുന്നു. ഈ പരിപാടി ഏറ്റെടുത്ത് വിജയിപ്പിച്ചത് ശബരിമല ഭക്തന്മാരും വിശ്വാസികളുമാണ്. ഇവിടെ പ്രതിനിധികൾക്ക് ഇരിക്കാൻ സ്ഥലം പോലുമില്ല. നിങ്ങൾ മാധ്യമപ്രവർത്തകർ നേരിട്ട് കണ്ടതാണ്. എന്നാൽ പമ്പയിൽ നടന്നത് ആളില്ലാത്തൊരു ആഗോള
ഭക്ത സംഗമമായിരുന്നു എന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ശബരിമലയുടെ ആചാരത്തെ അട്ടിമറിക്കാനും വിശ്വാസത്തെ നിന്ദിക്കാനും തയ്യാറായിട്ടുള്ള പിണറായി സർക്കാരിനേറ്റ തിരിച്ചടിയാണ് പന്തളത്ത് നടന്ന ശബരിമല സംഗമത്തിനേറ്റ തിരിച്ചടി. ശബരിമല ഇവിടെ നടക്കുന്നത് വിശ്വാസികളുടെ സംഗമമാണ്. ശരി, അല്പസമയത്തിനകം BJP തമിഴ്നാട് മുൻ അധ്യക്ഷൻ അണ്ണാമലയാണ് സംഘം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുക. TV പ്രസാദുമുണ്ട് സ്ഥലത്തു നിന്നും. പ്രസാദ്, ഇപ്പോൾ ആളുകളുടെ എണ്ണത്തിൽ ഒരു വെല്ലുവിളിയാണ് ഇപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കൂടുതൽ ആളുകളെ സംഘടിപ്പിക്കും, യഥാർത്ഥത്തിൽ ശബരിമലയിലെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നു എന്നുള്ളതാണ്. ഈ പരിപാടിയിൽ ഇപ്പോൾ ആരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു? ഉദ്ഘാടനം തമിഴ്നാട് മുൻ അധ്യക്ഷൻ അണ്ണാമലയാണല്ലോ നടത്തുന്നത്, അദ്ദേഹം എത്തിക്കഴിഞ്ഞു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് അണ്ണാമലൈ പങ്കെടുക്കുന്ന സംഗമം ഉദ്ദേശിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ സെമിനാറാണ്. സെമിനാർ ഇവിടെ പന്തളത്ത് തന്നെയുള്ള ഒരു ഓഡിറ്റോറിയത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് 1000-ലധികം ആളുകൾ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് സംഘാടകർ പറയുന്നത്. തികച്ചും അയ്യപ്പ ഭക്തരുടെ ഒരു സംഘവുമായി മാറ്റാനാണ് പ്രധാനമായും സംഘാടകർ ഉദ്ദേശിച്ചത്. പ്രധാനപ്പെട്ട ആളുകൾ, BJPയുടെ നേതാക്കൾ, അതുപോലെ തന്നെ സംഘപരിവാര സംഘടനകളുടെ നേതാക്കളെല്ലാം ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ കൂടുതലുമുള്ളത് അയ്യപ്പ ഭക്തരായിട്ടുള്ള ആളുകളാണ്. നമുക്കറിയാവുന്നതുപോലെ അയ്യപ്പ കർമ്മസമിതിയുടെ നേതൃത്വത്തിലാണ്, ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അതുകൊണ്ട് നിരവധിയായ അയ്യപ്പ ഭക്തർ വലിയ തോതിൽ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയാണ്. ഇത് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ബദൽ സംഗമമല്ല എന്നാണ് സംഘാടകർ പറയുന്നത്. ആ രീതിയിൽ മാധ്യമങ്ങൾ പറയരുത്. ഇത് ശബരിമലയുടെ വിശ്വാസം സംരക്ഷിക്കാനുള്ള ഒരു സംഗമമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ഇതിപ്പോൾ ഇവിടെ സെമിനാർ നടക്കുന്ന വേദിയാണ്. ശബരിമല വിശ്വാസം, വികസനം, സുരക്ഷ എന്നീ വിഷയങ്ങളിലായിട്ടാണ് ഇവിടെ ഇപ്പോൾ ഈ സെമിനാർ സംഘടിപ്പിക്കുന്നത്. ഈ സെമിനാറിന് ശേഷം ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് അണ്ണാമലൈ പങ്കെടുക്കുന്ന വലിയ സംഗമം. ഇതിലേക്ക് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് വന്നതെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന സംഗമത്തിലേക്കാണ് കൂടുതൽ അയ്യപ്പ ഭക്തർ എത്തുക എന്നുള്ളതാണ് പറയുന്നത്. ഇതിലിപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ശബരിമലയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വലിയ തോതിൽ സ്ത്രീ പ്രവേശനത്തിനെതിരായിട്ടൊക്കെ പ്രക്ഷോഭം നടത്തിയ അതിൽപ്പെട്ട ആളുകളാണ് ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്നത്. പക്ഷേ അക്കീരമൺ, കാളിദാസ ഭട്ടതിരിപ്പാടിനെ പോലെയുള്ളവരും ഈ സമ്മേളനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ സംഘാടകരുടെ വിജയം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് അവിടെ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ ശേഷം ആളുകൾ കൂട്ടത്തോടെ പോയത് അത് ആളുകൾ ഇല്ലാത്തതിൻ്റെ സൂചനയായിട്ടാണ് ഇന്നിപ്പോൾ യോഗത്തിൽ പ്രസംഗിച്ചവരെല്ലാം പറയുന്നത്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് വലിയ സംഘം, അതായത് അണ്ണാമലൈ പങ്കെടുത്തുകൊണ്ടുള്ള ശബരിമല സംരക്ഷണ സംഗമം നടക്കുന്നത്. അത് പന്തളത്ത് മറ്റൊരു വലിയ ഓഡിറ്റോറിയത്തിലാണ്. സ്മൃതി. ശരി, TV പ്രസാദും പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.